കണ്ണൂരിൽ വിവാഹാഘോഷത്തിനിടെ പടക്കം പൊട്ടിച്ചതിന് പിന്നാലെ 22 ദിവസം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പരാതി. കണ്ണൂർ തൃപ്പങ്ങോട്ടിലൂരിലാണ് സംഭവം. പടക്കത്തിന്റെ ശബ്ദം കേട്ട കുട്ടിക്ക് അപസ്മാരമുണ്ടായി. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, കുട്ടിക്ക് മുൻപ് മറ്റെന്തെങ്കിലും അസുഖമുള്ളതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടോ? മറ്റ് വിശദ വിവരങ്ങളും കൂടി. ദേവിക, കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു സംഭവം നടന്നതെന്നാണ് കുടുംബം കൊളവല്ലൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. കണ്ണൂർ തൃപ്പങ്കോട്ടൂരിലെ കല്യാണാഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിച്ച് ശബ്ദം കേട്ട് 22 ദിവസം പ്രായമായ കുഞ്ഞിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. ഈ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ പൊട്ടുന്ന ശബ്ദം കുട്ടിക്ക് അപസ്മാരമുണ്ടായെന്നും തുടർന്ന് വീട്ടുകാർ ഉടൻ തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഈ വീട്ടുകാരുടെ പരാതിയിൽ പറയുന്നത്. വീടിനടുത്ത് പടക്കം പൊട്ടിക്കരുതെന്ന് ഈ ആളുകളോട് പറഞ്ഞിരുന്നു, പക്ഷെ കേട്ടില്ല എന്നും ഈ പിതാവ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. കൊളവല്ലൂർ പോലീസിലാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പടക്കം പൊട്ടിച്ച ആളുകളും ഈ ഇപ്പോൾ ചികിത്സിക്കുന്ന കുട്ടിയുടെ കുടുംബവും ഒക്കെ തന്നെ ബന്ധുക്കളാണ്. അതിനിടയിൽ അവർ തമ്മിൽ മറ്റെന്തെങ്കിലും വിഷയമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ പരാതിയുടെ നിജസ്ഥിതിയെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കുട്ടിക്ക് ജന്മനാ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു കാര്യം പറയേണ്ടത് ഡോക്ടർമാരാണ്. ഡോക്ടർമാർ ഇപ്പോൾ ആ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. വരും മണിക്കൂറുകളിൽ മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ. ഏതായാലും കുടുംബം നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ആ കല്യാണാഘോഷ ഭാഗമായി വലിയ ഡ്രം അടിച്ച് പാട്ടുപാടി പടക്കം പൊട്ടിച്ചാണ് വരനെ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്ന ചടങ്ങുണ്ടായിരുന്നത്. ആ പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേട്ടാണ് 22 ദിവസം മാത്രം പ്രായമുള്ള കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. പടക്കത്തിന്റെ ശബ്ദം കേട്ട് കുട്ടിക്ക് അപസ്മാരമുണ്ടായി. തുടർന്ന് ഈ കുട്ടിയെ നോക്കാൻ ഒരു സ്ത്രീയെ വീട്ടിൽ നിയോഗിച്ചിരുന്നു. ആ സ്ത്രീയും അതുപോലെ തന്നെ വീട്ടിലുണ്ടായിരുന്ന ആളുകളും ഒക്കെ തന്നെ ചേർന്ന് വളരെ പെട്ടെന്ന് കണ്ണൂരിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കുട്ടി ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഡോക്ടർമാർ ഇപ്പോൾ പരിശോധന തുടരുകയാണ്. അതേസമയം ഈ കുടുംബം നൽകിയ പരാതിയിൽ പോലീസും അന്വേഷണം തുടരുകയാണ്. ദേവിക. ശരി.